നട്ടുച്ചയായി. ഒരു അന്യ വീട്ടിൽ ചെന്ന് കയറേണ്ട പെണ്ണ വല്ല ബോധമുണ്ടോ? അതെങ്ങനാ? പെമ്പിളരായ നേരത്തും കാലത്തും ഒക്കെ എണീക്കണം. ഇവിടെ ഉള്ളതിന് ആ വിചാരം വല്ല ഉണ്ടോ? നീ ഇങ്ങോട്ട് എണീറ്റ് വരുന്നുണ്ടോ? എന്തമ്മ ഇപ്പോഴാണോ മോളെ എണീറ്റ്? ചുമ്മാതല്ല നിനക്ക് വരുന്ന കല്യാണാലോചനയൊക്കെ മുടങ്ങിപ്പോണേ. ദേ കൊച്ചെ, ഇപ്പഴേ കെട്ടിയില്ലെങ്കിൽ ഇങ്ങനെ നിന്ന് പോത്തേ ഉള്ളു കേട്ടോ. ഹലോ, സുന്ദരി കൊച്ചല്ലേ? സുന്ദരി കൊച്ചു. രണ്ട് സുന്ദര കുട്ടന്മാരുണ്ട്. എപ്പോ ഒന്ന് നോക്കിയ പോലും ചെയ്തു. ഇവള് പെണ്ണ് തന്നെയാണ്. അവളെ എന്നും നമ്മളെ കാണുന്നില്ല, എന്നിട്ട് നോക്കിക്കൂടി. പിന്നെ അല്ലാതെ ഇന്നലെ നമ്മളെ തിരിച്ചില്ലേ, അവന്റെ കൂടെ പൈ കയറി പോകുന്നുണ്ടോ? ഇവിടൊക്കെ രാവിലെ എവിടെയാണ് പോണെന്ന് അറിയാം. അതെ തന്നെ. അപ്പൊ കുളിച്ചൊരുക്കി പോണ കണ്ടാലേ അറിയാം. ഇല്ലെങ്കിലും ഒന്ന് പറ. കുറെ നാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഇതുവഴി കൂടെ പോകുമ്പോൾ എല്ലാം തന്നെ പറയാൻ തന്നെയാണ് ഞാൻ. ഇന്നെങ്കിലും ഒന്ന് പറ. ഒരു എസ്ഒ കേൾക്കാതെ പോവൂല. എന്താണ് നിനക്ക് ഇത്ര അഹങ്കാരം? എടി നീ എന്നെ തന്നെയല്ലേ? എടി എടാ, അവൾ ഇങ്ങോട്ടാണ് വരുന്നത്. ശരിയാണടാ, ഉടക്കാനുള്ള വരവാണെന്നാണ് തോന്നുന്നത്. തന്നെയാണ് നമുക്ക് വരട്ടെ കാണിച്ചു കൊടുക്കുക. നമ്മളായിരുന്നു ഫ്രണ്ട്സ്. കൊടുക്കാം. എടാ, നീ അവളെ പറഞ്ഞു മനസ്സിലാക്കും. ഞാൻ വക്കീലുമായിട്ട് വരും. സോറി ചേച്ചി. സോറി ചേച്ചി. മനം പൊട്ടിച്ച് കൈയടിക്ക് നാട്ടുകാർ നോക്കും ചേച്ചി. സോറി ചേച്ചി. ഇവന്മാരൊക്കെ പേടിപ്പിച്ചാൽ തരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ചേച്ചിക്ക് അത്ര വിഷമാണെങ്കിലേ ചേച്ചി ഒരു മൂത്തരച്ച മോനില്ല ഇവിടെ, അവനെ കെട്ടിച്ചേരും. എപ്പൊ കല്യാണം കഴിക്കണം തീരുമാനിക്കുന്നത് നമ്മളല്ലേ, നാട്ടുകാരല്ലല്ലോ. അങ്ങനെ പെൺപിള്ളേർക്ക് മാത്രം എണീക്കാൻ ഉറങ്ങാനൊക്കെ പ്രത്യേക സമയമുണ്ടോ? അമ്മേ